ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് നമ്മുടെ ഹീറോൻ്റെ ഗ്ലാമർ വണ്ടി. എൻജിൻ വർക്ക് കഴിഞ്ഞിട്ട് ഫസ്റ്റ് അതിൻ്റെ 1000 കിലോമീറ്റർ കഴിഞ്ഞതിന് ശേഷം ഓയിൽ ഫിൽറ്റർ ക്ലീനിങ് വന്നതാണ്. ഒരല്പം കൂടുതൽ ഓടിയിട്ടുണ്ട്, കാരണം ഡേറ്റ് അല്ല, ഇതിന് കിലോമീറ്റർ ബേസിൽ വെച്ചിട്ട് കൂടുതൽ വന്നിട്ടുണ്ട്. പക്ഷെ എന്നാൽ പോലും നമ്മളതിൻ്റെ ഫിൽറ്റർ ക്ലീനിങ്ങിനായിട്ട് അയച്ചിട്ടുണ്ട്. സ്ക്രീൻ ഫിൽറ്റർ ക്ലീൻ ചെയ്യണമെന്ന് പറയുന്നതിൻ്റെ കേസ്, അതായത് ഓയിൽ ഫിൽറ്റർ റോട്ടർ ഫിൽറ്ററും നമുക്ക് ഇടയ്ക്ക് ക്ലീൻ ചെയ്യേണ്ട അത്യാവശ്യമാണ്. പറയാൻ കാരണം ഇതിപ്പോൾ എൻജിൻ വർക്ക് കഴിഞ്ഞാണ്. അതിനുശേഷം നമ്മൾ നോക്കുമ്പോൾ അറിയാം അതിൻ്റെ ഫിൽറ്ററിനകത്ത് അത്യാവശ്യം അഴുക്കുകൾ വന്ന് അടിഞ്ഞേക്കുന്നത്. ഇത് ഇങ്ങനെ വരും എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ 100% പറയണത്. ഒരു കാരണവശാലും 1000 കിലോമീറ്ററിൽ കൂടുതൽ ഓടിക്കരുത് എന്ന് പറയുന്നതിൻ്റെ കേസ്. കാരണം നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇതിനകത്ത് എന്തെങ്കിലും നമ്മൾ തുടക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ പൊടി കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് എൻജിൻ്റെ പല ഭാഗങ്ങളായിട്ട് പറ്റിപ്പിടിച്ചിരിക്കുന്നുണ്ടാവും. അപ്പോൾ ഈ എൻജിൻ ഓയിൽ ഫുള്ളായിട്ട് ക്ലീൻ ചെയ്ത് ഫിൽറ്ററിനകത്ത് കൊണ്ടുവരും. ആ ഫിൽറ്ററിങ് നടത്തി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ മാക്സിമം നമുക്ക് വന്ന അഴുക്കുകളൊക്കെ ഈ ഫിൽറ്ററിൽ വന്ന് ബ്ലോക്ക് വരും. അപ്പോൾ അത് ക്ലീൻ ചെയ്യാനാണ് നമ്മൾ 1000 കിലോമീറ്റർ കഴിയുമ്പോൾ കമ്പൽസറി ആയിട്ട് ചെയ്യണം എന്ന് പറയുന്നതിൻ്റെ കാരണം. പിന്നെ അത് കൂടാണ്ട് വേറൊരു ഫിൽറ്ററിങ്ങും കൂടി അതിൻ്റെ ഉള്ളിൽ നടക്കുന്നുണ്ട്. അതായത് ഇത് എൻജിൻ്റെ ക്രാങ്ക് ഷാഫ്റ്റിലേക്ക് പോകുന്ന വീലാണിത്. റോട്ടർ ഫിൽറ്റർ എന്ന് പറയും. ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഓയിൽ പമ്പ് ചെയ്തിട്ട് അതിൻ്റെ കണക്ടർ റോഡിലേക്ക് സപ്ലൈ പോകുന്നത് ഇതിൻ്റെ ഉള്ളിൽ കൂടെയാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ വന്ന ഓയിലിനെ ഇതിൻ്റെ ഉള്ളിൽ ഇട്ടിട്ടൊന്ന് റൊട്ടേറ്റ് ചെയ്യിച്ചിട്ട് അത്യാവശ്യം അതിനകത്ത് ഒരുവിധം വെയിറ്റ് വരുന്ന അഴുക്കുകൾ, അതായത് ചെറിയ പാർട്സുകളൊക്കെ നമുക്ക് ഈ സൈഡിലൊക്കെ ഒന്ന് പറ്റിപ്പിടിച്ചിരിക്കും. നമ്മൾ നോക്കുമ്പോൾ അറിയാം ഈ ഒരു അവസ്ഥയിൽ ഒരു ഗ്രൈൻഡിങ് പേസ്റ്റ് ഒരു അവസ്ഥയിലേക്കാണ് അതിൻ്റെ വരാം. കാരണം നമ്മൾ എൻജിൻ സ്റ്റാർട്ട് ചെയ്ത് വണ്ടി ഓടുന്ന സമയത്ത് ഓൾറെഡി തേയ്മാനം നടക്കുന്നുണ്ട്. ഓയിലൊക്കെ ഉണ്ട് എങ്കിൽ പറഞ്ഞാൽ പോലും അതിൻ്റെ ഉള്ളിൽ ഓൾറെഡി വണ്ടി തേയ്മാനം നടക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് വരുന്ന മെറ്റൽ പാർട്സും അതിനോടനുബന്ധിച്ച് വരുന്ന സംഭവങ്ങളും അതെല്ലാം വന്ന് ഈ ഭാഗത്തൊക്കെ വന്ന് അടിഞ്ഞു കൂടും. ഇതുണ്ടോ? അപ്പോൾ അത് നമ്മൾ നിർബന്ധമായിട്ടും ക്ലീൻ ചെയ്യേണ്ട അത്യാവശ്യമാണ്. ഇതിപ്പോൾ വാറണ്ടി പീരീഡിൽ നമ്മൾ ഒരു പ്രാവശ്യം ഉള്ളൂ എന്നുണ്ടെങ്കിലും അത് കഴിഞ്ഞാലും നമുക്ക് ശരിക്കും പറഞ്ഞാൽ 3 ഓയിൽ ചേഞ്ചൊക്കെ ചെയ്ത് 2 ഓയിൽ ചേഞ്ച് കഴിഞ്ഞ് 3ാമത്തെ ഓയിൽ ചേഞ്ചൊക്കെ ചെയ്യുന്ന സമയത്ത് ഈ ഫിൽറ്റർ ക്ലീൻ ചെയ്ത് കയറ്റുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. അത് എൻജിൻ്റെ ലൈഫ് നമുക്ക് ഡബിൾ ആക്കും. കാരണം പരമാവധി നമുക്ക് ഉപയോഗിക്കാനായിട്ട് കിട്ടും. സാധാരണ ഇതാരും ചെയ്യാറില്ല, നമ്മൾ പറഞ്ഞാലും അത്ര ഗൗരവത്തിൽ ആരും എടുക്കാറില്ല. കാരണം എന്താ വെച്ചാൽ നമുക്ക് സമയം കൊടുക്കേണ്ടി വരും. കാരണം ഇതേപോലെ അഴിക്കണം, അതിൻ്റെ ഫിൽറ്റർ ക്ലീൻ ചെയ്യണം, റീസെറ്റ് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് ആരും അങ്ങനെ മെനക്കെടാറില്ല. അത് ചെയ്തു പോയാൽ അതിൻ്റെ ബെനിഫിറ്റ് കൂടുതലാണ്. കാരണം കംപ്ലയിൻസുകളൊക്കെ ഒരുപാട് നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത് നമ്മൾ കൂട്ടത്തിക്കിട്ട് നമ്മൾ ഓൾറെഡി ഇത് വാറണ്ടിയിലുള്ളതാണ്. വാറണ്ടിയിൽ ചെയ്യുന്ന ഫസ്റ്റിലത്തെ എൻജിൻ വർക്ക് കഴിഞ്ഞിട്ട് ഫസ്റ്റ് നമ്മൾ ചെയ്യുന്ന ഫിൽറ്റർ ക്ലീനിങ് ആണ്. ഈ കൂട്ടത്തിക്കിട്ട് നമ്മൾ അതിൻ്റെ എൻജിൻ ഓയിൽ മാറണം. അതേപോലെ തന്നെ ഓയിൽ ബോൾട്ട് വാഷും ഓറിങ്ങും അതൊക്കെ മാറ്റി നമ്മൾ റീസെറ്റ് ചെയ്യണം. ഗ്യാസ്കറ്റ് നിലവിൽ ഇതിന് വേറെ ഡാമേജ് വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ തൽക്കാലം നമുക്ക് ഗ്യാസ്കറ്റിന് യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ അതിൻ്റെ നമുക്ക് ഫിൽറ്റർ ആയാലും ഒന്ന് ക്ലീൻ ചെയ്ത്, ഇത് നെറ്റ് ഫിൽറ്ററാണ്, സ്ക്രീൻ ഫിൽറ്ററാണ്. അതുകൊണ്ട് തന്നെ ക്ലീൻ ചെയ്തിട്ട് നമുക്ക് കയറ്റിയിട്ടാൽ മതി, വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതാണ് നമ്മൾ മെയിനായിട്ട് ഇതുമായി ബന്ധപ്പെട്ട് ചെയ്യണം. പിന്നെ നമുക്ക് ആ കൂട്ടത്തിക്കടെ അതിൻ്റെ ടൈമിങ്ങിൻ്റെ കേസ് ഒക്കെ ടൈമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ടാപ്പറ്റിൻ്റെ ക്ലിയറൻസ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യണം. കൂട്ടത്തിക്കടെ ഓയിൽ പമ്പിങ്ങിൻ്റെ ഭാഗം നോക്കാനുണ്ട്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ 1000 കിലോമീറ്ററിനുള്ളിൽ കൊണ്ടുവരാൻ പറയുന്നതിൻ്റെ കേസ് കേട്ടോ. അതേപോലെ തന്നെ നമുക്ക് വാറണ്ടിയിൽ 3 സർവീസും കൂടി ഉണ്ട്. ആ സർവീസുകളും കൂടി കൃത്യമാണെങ്കിൽ മാത്രമാണ് നമുക്ക് എന്തെങ്കിലും ഒരു കംപ്ലയിൻറ്റ് എന്തെങ്കിലും വന്നാൽ, വാറണ്ടി സംബന്ധമായിട്ട് എന്തെങ്കിലും ഒരു എൻജിൻ സംബന്ധമായിട്ടുള്ളൊരു കംപ്ലയിൻറ്റ് വന്നാൽ നമുക്ക് വാറണ്ടിക്ക് ക്ലെയിം ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അതും നിർബന്ധമായിട്ട് നമ്മൾ ചെയ്തു പോകേണ്ടതാണ്. കറക്റ്റ് പീരീഡുകളിൽ തന്നെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ വർക്ക് നമ്മൾ കൂട്ടത്തിക്കടെ ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇതിന് നമുക്ക് വരുന്ന ചിലവെന്ന് പറഞ്ഞാൽ എൻജിൻ ഓയിലിൻ്റെ വന്നുണ്ട്, പിന്നെ ആ ബോൾട്ട് വാഷ് ഓറിങ്ങും അതൊക്കെയാണ് വന്നുള്ളൂ. പിന്നെ അതിൻ്റെ ഫിറ്റിങ് അഴിച്ച് ക്ലീൻ ചെയ്യണതിൻ്റെ ലേബർ ചാർജും കാര്യങ്ങളൊക്കെ വന്നു. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തിട്ടേക്കാം. അപ്പോൾ നോക്കിയിട്ട് ഒന്ന് റിപ്ലൈ ഇട്ടുള്ളൂ. എന്തായാലും ഒരു 5 മണിക്ക് ശേഷം നമുക്ക് എടുക്കാൻ വേണ്ടി, അപ്പോഴത്തേക്കും വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ടാവും കേട്ടോ. ഓക്കെ.